For causes, കാരണങ്ങൾ പറയുന്നത് poverty in India result from social, economic and political inequality, social exclusion, unemployment, indebtedness and unequal distribution of wealth ആണ്. അപ്പോൾ poverty in India result from, അതായത് പോവർട്ടി എന്ന് പറയുന്നത് ദാരിദ്ര്യമാണ്. അപ്പോൾ അതിനകത്ത് അതിനുള്ള റിസൾട്ട് എന്ന് പറയുന്നത് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻഇക്വാളിറ്റിയാണ്. സാമൂഹികപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും എന്ത് അസമത്വം വരും. അതുപോലെ തന്നെ സോഷ്യൽ എക്സ്കൾഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ, അതുപോലെ തന്നെ സാമൂഹികമായി പിന്നോക്കം നമ്മളെ മാറ്റുന്നു. ഇൻഡെപ്റ്റ്നെസ്, നമ്മൾ കടം ഉള്ള ആളായി മാറുന്നു, നമുക്ക് ബാധ്യതകൾ കൊടുത്തു തീർക്കാൻ പറ്റാതാവുന്നു. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിൻ്റെ വിതരണം എന്ത് ചെയ്യുന്നു, അൺഈക്വലായി വരുന്നതുകൊണ്ടാണ് ഈ പോവർട്ടി അല്ലെങ്കിൽ പോവർട്ടിയോടുണ്ടാകുന്ന പോരായ്മകൾ ഇതൊക്കെയാണ് കേട്ടോ. ദ മെയിൻ കോസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ ആർ ദ ഫോളോയിങ്. കാരണം മെയിനായിട്ടുള്ള കാരണം ലോ ഇൻകം ആണ്. അതായത് ഈ പോവർട്ടിക്ക് ഒരു മെയിൻ കാരണം അവരുടെ വരുമാനം വളരെ കുറവാണ്. പോവർട്ടി ഈസ് കോസ്ഡ് ഓൺ ദ ഇന്നബിലിറ്റി ടു അഡിക്കേറ്റ് ദ ഹ്യൂമൻ റിക്വയർമെൻറ്റ് ഓഫ് ലിവിങ് ടു ദ ലോ ഇൻകം. അതായത് ഇവിടെ ലോ ഇൻകം ഒരു കാരണമാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ലോ ഇൻകം ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. ഏതാണ്? ഈ പോവർട്ടിക്ക് ഒരു കാരണമാണ്. അടുത്ത ലാക്ക് ഓഫ് അസറ്റ് ആണ്. പുവർ പീപ്പിൾ നോട്ട് ഹാവ് എ ഫിസിക്കൽ നേച്ചർ ഓഫ് ഹ്യൂമൻ ഓർ ഫിനാൻഷ്യൽ അസറ്റ്സ് ക്യാൻ ജനറേറ്റ് ഇൻകം. അതായത് ഇവർക്ക് അസറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ. And then persons with a skill can income. A person with an asset like a land can earn income. അപ്പോൾ നമുക്ക് അസറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇൻകത്തിൻ്റെ, അതായത് അസറ്റ് ഇല്ലായ്മ ഒരു ഇൻകത്തിന് അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു കാരണമാണ്. അടുത്ത അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ലീഡ്സ് ടു ലോ ഇൻകം ആൻഡ് പോവർട്ടി. അണ്ടർ എംപ്ലോയ്മെൻറ്റും അൺഎംപ്ലോയ്മെൻറ്റും അതും ഇതിന് കാരണമാകുന്നുണ്ട്, പോവർട്ടിക്ക് കാരണമാകുന്നു. പിന്നെ ഇൻഇക്വാളിറ്റീസ് ആണ്, അസമത്വമാണ്. സോഷ്യൽ ഇൻഇക്വാളിറ്റീസ് കോസ് പോവർട്ടി. സാമൂഹികപരമായ അസമത്വം പോവർട്ടിക്ക് കാരണമാകുന്നു. മെജോറിറ്റി ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പോപ്പുലേഷൻ ഇന്ത്യ ആർ എക്സ്ട്രീംലി പുവർ. നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഇന്ത്യയിൽ എക്സ്ട്രീംലി പുവർ ആണ്. പോൺ ബിയർ ഫോർ ടു പോവർട്ടി ഡ്യൂ ടു ജെൻഡർ ഇക്വാളിറ്റീസ്. അതുപോലെ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, ജെൻഡർ ഇൻഇക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുവഴിയും എന്ത് ചെയ്യുന്നു, പോവർട്ടി ഒരു കാരണമാകുന്നുണ്ട്. പിന്നെ അത് ഐസൊലേഷൻ ഓഫ് പവർലെസ്നെസ് ആണ്. മെനി എമംഗ് ദ പുവർ ആർ ഐസൊലേറ്റഡ് ഫ്രം ദ മെയിൻ സ്ട്രീം ആൻഡ് ആർ വോയിസ്ലെസ് ആൻഡ് പവർലെസ്. നമുക്കറിയാം മെനി ഓഫ് ദ പുവർ, പാവപ്പെട്ട ആൾക്കാർ എപ്പോഴും ഒറ്റപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ അവർക്കുള്ള വോയിസിന് ശബ്ദമില്ല, അവർ പറയുന്നത് ആരും കേൾക്കാനില്ല, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളില്ല. ഷെഡ്യൂൾ ട്രൈബ് ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾ. ഷെഡ്യൂൾ ട്രൈബ് ഒക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, പിന്നോക്കം മാറ്റി നിർത്തിയിരിക്കുന്ന രീതിയിലാണ് സമൂഹം അവരെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതൊരു കാരണമാണ്. അടുത്ത വൾണറബിലിറ്റി ആണ്. പീപ്പിൾ വർക്കിംഗ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ, അതായത് അസംഘടിത മേഖലയിൽ വർക്ക് ചെയ്യുന്നു, ആർ എക്സ്പ്ലോയിറ്റഡ് ബൈ എംപ്ലോയർ ഡിനൈങ് മിനിമം പേ. അതായത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തൊഴിൽ നൽകുന്ന എംപ്ലോയർ എന്ത് ചെയ്യുന്നു, ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. മിനിമം വേജസ്, സാലറി മാത്രമേ നൽകുന്നുള്ളൂ. ദേ ഓഫൺ ലോസ് ജോബ്. അപ്പോൾ അതൊരു കാരണമാണ്, അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് പോവർട്ടി കാരണമാണ്. അടുത്ത ലോ എക്കണോമിക് ഗ്രോത്ത് ആണ്. സാമ്പത്തികമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഇൻ ഇന്ത്യ എക്കണോമിക് ഗ്രോത്ത് during the first 3 decades since independence has been low. നമുക്കറിയാം 3 വ്യാഴവട്ടക്കാലം അല്ലെങ്കിൽ ഒരു 3 പഞ്ചവത്സരത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ലോ ഇൻകം ആണ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അതൊരു കാരണമായിട്ടാണ് ഇവർ പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കണം അതിനകത്ത്. ഓക്കെ. അടുത്തത് നമ്മൾ പറയുന്നത് പോവർട്ടി പോളിസീസ്. പല പോളിസീസ് കൊണ്ടുവന്നിട്ടുണ്ട്. പോളിസീസ് ആൻഡ് പ്രോഗ്രാം ഫോർ പോവർട്ടി എലിവേഷൻ. പോവർട്ടി ആൻഡ് പോളിസീസ് ഫോർ പോവർട്ടി എലിവേഷൻ ആർ ക്ലാസ്ഡ് ഇൻടു 3 കാറ്റഗറി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പല നയങ്ങൾ രൂപീകരിച്ചത്. ഒന്ന് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. 2 ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം. ഇങ്ങനെ 3 രീതിയിലാണ് പോവർട്ടി ഇറാഡിക്കേഷന് വേണ്ടി നമ്മൾ പോളിസീസ് ഫ്രെയിം ചെയ്തത്. ഫസ്റ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്താണെന്ന് പറയുന്നത്. സം ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഫോർ പോവർട്ടി എലിവേഷൻ ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമിലെ പോവർട്ടി എലിവേഷനകത്തുള്ള ഏതൊക്കെയാണ് പ്രോഗ്രാം എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ പറയുന്നു സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്കർ യോജന, SGSY. Minor change were
IRDP introduced in October 1980, and the revised program is called Swarna Jayanti Swarashkar യോജനയാണ്. അപ്പോൾ IRDP കുറേ ചേഞ്ചസ് നമ്മൾ 1980 ഫോം ചെയ്ത IRDP ആക്ട് പ്രകാരം കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നല്ലോ. അതിനകത്ത് കുറേ ചേഞ്ചസ് കൊണ്ടുവന്നുകൊണ്ടാണ് SGSY എന്ന് പറയുന്ന സ്കീം അവതരിപ്പിക്കുന്നത്. ഒറിജിനലി നോൺ ആസ് IRDP എന്നാണ് നമ്മളതിനെ ഒറിജിനലി വിളിക്കുന്നത്. അതായത് ഇൻറ്റൻസീവ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് IRDP, ഇൻറ്റൻസീവ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ്. ദിസ് പ്രോഗ്രാം അസിസ്റ്റഡ് ഫാമിലീസ് ബിലോ ദ പോവർട്ടി ലൈൻ ടു ഫൈൻഡ് എ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ BPL ബിലോ പോവർട്ടി ലൈനിൽ നിൽക്കുന്ന ആൾക്കാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള ഒരു സ്കീമാണ്. ഏതാണ് IRDP എന്ന് പറയുന്നത്. ആൻഡ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് അസിസ്റ്റൻസ് വാസ് ഗിവൺ ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ്. അപ്പം ബിലോ പോവർട്ടി BPL മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അസിസ്റ്റൻസും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വൈസും ഫാമിലി വൈസും ഇന്ത്യ അവരെ സഹായിക്കുകയാണ് ഇതിനകത്ത്. സിൻസ് ദിസ് പ്രോഗ്രാം ലെഡ് ടു ലീക്കേജ് ആൻഡ് കറപ്ഷൻ, ഇറ്റ്സ് ഫോക്കസ് വാസ് ചേഞ്ച്ഡ്. നൗ ദ ബെനിഫിഷ്യറീസ് ആർ എൻകറേജ്ഡ് ടു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് SHGs, അതായത് സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനിഷ്യലി SHGs ആർ എൻകറേജ്ഡ് ടു സേവ് എ മണി ആൻഡ് ലെൻഡ് എമംഗ് ദംസെൽസ് ആണ്. നമുക്ക് തുടക്കത്തിൽ SHGs സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യുന്ന സേവ് മണിയാണ്. പണം സേവ് ചെയ്യാനും ലെൻഡ് എമംഗ് ദംസെൽസ് ആവശ്യമുള്ളവർക്ക് വായ്പ നൽകാനുമായിരുന്നു. ലേറ്റർ ഇപ്പോഴും ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഈസ് പ്രൊവൈഡ് SHGs ത്രൂ ബാങ്ക്സ് ആണ്. SHGs സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നൽകുന്നത് ബാങ്കുകളാണ്. SHGs ക്യാൻ ഡിസൈഡ് ടു ഹും ദ ലോൺസ് ആർ ടു ബി ഗിവൺ. അപ്പോൾ ഇവിടെ SHGസിനകത്ത് ആർക്കാണോ ലോൺ ആവശ്യമുള്ള അവർക്ക് എന്ത് ചെയ്യാം, ലോൺ ബാങ്കിൽ നിന്നാണ് ഇവിടുന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. Government first concentrated on creating employment opportunity for the people of India. SGSY was the most important self-employment program for poverty alleviation. ഇപ്പോൾ കണ്ട ഗവൺമെൻറ് ഫസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ക്രിയേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് ഫോർ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വയം തൊഴിലവസരം സൃഷ്ടിക്കാനാണ് ഗവൺമെൻറ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. SGSY വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ഫോർ പോവർട്ടി എലിവേഷൻ. എന്നാൽ SGSY എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം, അതൊരു ഇമ്പോർട്ടൻറ്റ് പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം, അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണെന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ടഡ് ഓൺ April 1, 1999, അതായത് 1999 April 1 ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് NRLM എന്നാണ് അറിയപ്പെടുന്നത്, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. NULM ഉണ്ട് കേട്ടോ, നാഷണൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന് അറിയപ്പെടുന്നത്. വാസ് ആൾസോ സ്റ്റാർട്ടഡ് ഫോർ ദ അർബൻ പൂർ. അർബൻ പൂറിന് വേണ്ടിയാണ് NULM, അർബൻ ഏരിയ മേഖലകൾ, മറ്റേ ഗ്രാമമേഖലകളിൽ NRLM എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ടാമത്തെയാണ് പ്രൈം മിനിസ്റ്റേഴ്സ് റോസാർ യോജന, PMRY. PMRY ഫോക്കസ് ഓൺ ദ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ആണ്. അതായത് വിദ്യാഭ്യാസം ഉള്ള തൊഴിലില്ലാത്ത ആൾക്കാർക്കാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് PMRY. മനസ്സിലായി, ഫോക്കസ് ഓൺ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് ആണ്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തൊഴിൽ ലഭിക്കാത്ത ആൾക്കാരെ ഫോക്കസ് ചെയ്യും. അണ്ടർ ദ PMRY എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയിഡ് പേഴ്സൺ ഫ്രം ലോ ഇൻകം ഫാമിലീസ് ആർ ഗിവൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇവിടെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ്, സാമ്പത്തിക സഹായം ചെയ്യുകയാണ് PMRY വഴി ചെയ്യുന്നത്. അവർക്ക് സ്വയം തൊഴിൽ കാണാം. അപ്പം വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ അവർക്ക് തൊഴിലില്ല. അപ്പോൾ അവർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് PMRY സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തയാണ് റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, REGP, റൂറൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദിസ് പ്രോഗ്രാം എയിംസ് ടു ക്രിയേറ്റിംഗ് എ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ റൂറൽ ഏരിയ ആൻഡ് എ സ്മോൾ ടൗൺ. റൂറൽ ഏരിയയിലും ചെറു ടൗണുകളുണ്ടല്ലോ, അവിടെയൊക്കെ സ്വയം തൊഴിൽ തുടങ്ങുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ഏത് വഴി, REGP വഴി ചെയ്യുന്നത്. ദിസ് ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ്, KVIC, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അൺഎംപ്ലോയിഡ് പേഴ്സൺസ് ആർ എലിജിബിൾ ടു ഗെറ്റ് എ ബാങ്ക് ലോൺ. അൺഎംപ്ലോയിഡ് പേഴ്സൺസ് ഉണ്ട്, അവർക്ക് ബാങ്ക് ലോൺ കിട്ടാൻ എന്ത് ചെയ്യണം, എലിജിബിൾ ആണ്. ടു സെറ്റപ്പ് എ സ്മാൾ ഇൻഡസ്ട്രീസ്, അവർക്ക് അങ്ങനെ ലോൺ കിട്ടിക്കൊണ്ട് ചെറിയ സംരംഭങ്ങൾ, ചെറിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്, REGPയിലൂടെ ചെയ്യുന്നത്. അടുത്തതാണ് സ്വർണ്ണ ജയന്തി സഹാരി റോസാർ യോജന, SJSRY ആണ്. SJSRY ഈസ് ബോത്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. ഇത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമാണ്. ഇറ്റ് ഫോക്കസ് ഇൻ അർബൻ ഏരിയയിൽ. ഇപ്പോൾ SJSRY ഫോക്കസ് ചെയ്യുന്നത് അർബൻ ഏരിയയിലാണ്, ബാക്കിയൊക്കെ റൂറൽ ഏരിയ നമ്മൾ എന്തെന്ന് മനസ്സിലാക്കി. ഇത് അർബൻ ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അടുത്ത ജവഹർ റോസാർ യോജന ഉണ്ട്, JRY. എയിംസ് അറ്റ് പ്രൊവൈഡിങ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഇൻ അൺഎംപ്ലോയിഡ് ഇൻ റൂറൽ ഏരിയ. ഇതും അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ആണ്, റൂറൽ ഏരിയയിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഗ്രാമമേഖലയിൽ ഉണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏത് JRY കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് നെഹ്റു റോസാർ യോജന, NRY. NRY ഈസ് ദ അർബൻ കൗണ്ടർ പാർട്ട് ഓഫ് JRY. അർബൻ കൗണ്ടർ പാർട്ട് തന്നെയാണ് JRYയുടെ. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് എ ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഫോർ ദ അൺഎംപ്ലോയിഡ് ഇൻ അർബൻ ഏരിയ ആണ്. അർബൻ ഏരിയയിലുള്ള അൺഎംപ്ലോയിഡ് ആൾക്കാർക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള മേഖലയാണ് ഇത് നെഹ്റു റോസാർ യോജന, NRY.
അടുത്ത നാഷണൽ റൂറൽ ഡെവലപ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ് NREGP. ഇൻ 2005 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്ഡ് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്. അതായത് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ആക്ടാണിത്. NREGP ആക്ട് അല്ലേ? NREGP ആക്ട്. ദിസ് ആക്ട് ഇസ് ലെഡ് ടു NREGP. ഇറ്റ് ഗ്യാരണ്ടീഡ് എ വേജ് എംപ്ലോയ്മെൻറ്റ് ടു ദോസ് ഹു ആർ റെഡി ടു വർക്ക്. അതായത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക? വർക്ക് കൊടുക്കാൻ ഗവൺമെൻറ് സന്നദ്ധരാണ്. എംപ്ലോയ്മെൻറ്റ് ഈസ് ഗ്യാരണ്ടീഡ് ഫോർ 100 days എ ഇയർ. ഒരു വർഷത്തിൽ 100 ദിവസം ഗവൺമെൻറ് വർക്ക് കൊടുക്കുമെന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ കാണുന്നില്ല തൊഴിൽ. 100 days എ ഇയർ അറ്റ് മിനിമം വേജ് റേറ്റ്. മിനിമം വേജ് റേറ്റിൽ ഗവൺമെൻറ് ഒരു വർഷം 100 ദിവസം തൊഴിൽ നൽകും, നമ്മൾ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരാണെങ്കിൽ എന്നുള്ളതാണ്. NREGP ഹാസ് നൗ ബീൻ റീനെയിംഡ് മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് ഇപ്പോഴത് പേര് മാറ്റിയിട്ടുണ്ട്. ഏതാണ് പേര്? മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, MGNREGP എന്ന് മാറ്റിയിട്ടുണ്ട്. ഇൻ 2013-14 5 crore ഹൗസ് ഹോൾഡ് ഗോട്ട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അണ്ടർ ദിസ് പ്രോഗ്രാം. 13-14 5 കോടി ആൾക്കാർക്ക് ഈ പ്രോഗ്രാം പ്രകാരം എന്ത് തൊഴിൽ കിട്ടി എന്നുള്ളതാണ് പറയുന്നത്. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം NFWP ഉണ്ട്. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആൻഡ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന ആർ അതർ ഇമ്പോർട്ടൻറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. മറ്റ് വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമുകളാണ് ഇത് NFWP. ഏതാ? നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമ്, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജനയൊക്കെ ഏതാണ്? മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കുക. ക്ലിയർ ആണല്ലോ?